ഡോക്ടർ, നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഈ രോഗപ്രതിരോധത്തിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാം തന്നെ സെല്ലുലാർ ലെവലിൽ ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതായത് ശോധനം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ടോക്സിൻസിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ടോക്സിൻസ് റിമൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവിടെ നല്ല സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫുഡ്, അതായത് ജീവിത ശൈലിക്ക് ഒരു മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ സെൽസും റിജുവിനേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു ശൈലി പറയുക, നമ്മൾ അതിനുള്ള ഫുഡ് കൊടുക്കുക. അതായത് ഈ കർക്കിടക കഞ്ഞി എന്ന് കേട്ടിട്ടുണ്ട്. ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസും ഫുഡും നമ്മളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് വളരെ ലൈറ്റായിരിക്കും. കാരണം ഈ സമയത്ത് വിശപ്പ്, ഡൈജഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്ത സാധനങ്ങളോ ബിരിയാണി പോലൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡൈജഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഫീവർ ഉണ്ടാവും, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. സോ ഇതുപോലുള്ള ലൈറ്റ് ഫുഡും എലോങ് വിത്ത് ട്രീറ്റ്മെൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് ആ ആൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സ്വാസ്ഥ്യം കിട്ടും. അവർക്ക് ആ ചികിത്സയിൽ കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് കിട്ടും.